129 പേരടങ്ങുന്ന സംഘം. നേരം സന്ധ്യയോടടുത്തപ്പോൾ മുഖത്തെഴുത്ത് തുടങ്ങി. കിരീടം വെച്ച് വേഷങ്ങൾ വേദിയിലേക്ക്, തിരശീല താഴ്ത്തി ആട്ടം തുടങ്ങി. മഹിഷി ഹരിഹരപുത്രനാൽ മാത്രമേ താൻ വധിക്കപ്പെടാവൂ എന്നുള്ള വരം വാങ്ങിച്ചതിന് ശേഷം ത്രിലോകങ്ങളും അടക്കി വാഴുന്നു. ഒരു ദിവസം നാരദൻ മഹിഷിയുടെ സമീപത്ത് വന്ന് മഹിഷിയോട് കേരളദേശത്ത് സജ്ജനങ്ങൾ നിരവധി ഈശ്വര പൂജകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അറിയിക്കുന്നു. കാരണം മഹിഷിയെ ഏതു വിധേനയും അയ്യപ്പനുമായി ബന്ധിക്കുക എന്നുള്ളതാണ് നാരദന്റെ ഉദ്ദേശം. ഇത് ഞങ്ങൾ കഴിഞ്ഞ 2-3 കൊല്ലക്കാലമായി സ്ഥിരമായിട്ട് ഈ ക്ഷേത്രസന്നിധിയിൽ വരാറുണ്ട്. അയ്യപ്പനൊരു സമർപ്പണമായിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും ഈ കഥകളി ഇവിടെ സമർപ്പിച്ചു കൊണ്ടുപോരുന്നത്. എല്ലാ കൊല്ലവും ഞങ്ങൾ അവതരിപ്പിക്കുന്നതെല്ലാം അയ്യപ്പൻ്റെ കഥകൾ തന്നെയാണ്. ഒടുവിൽ ധർമ്മശാസ്താവായി ശബരിമലയിൽ കുടികൊള്ളുന്നു. കണ്ടുനിന്നവർ ശരണം വിളിച്ച് കൈകൂപ്പിയ നിമിഷം. അടുത്ത വർഷം എത്തുമെന്ന് പറഞ്ഞാണ് ആശാനും കൂട്ടരും മലയിറങ്ങിയത്. അനൂപിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.